പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വരുമ്പോൾ LDFന് കനത്ത തിരിച്ചടിയാണ്. തൃശൂർ, നാട്ടിക, ഇടുക്കി, കരിമണ്ണൂർ, പാലക്കാട്, തച്ചമ്പാറ പഞ്ചായത്തുകൾ UDF പിടിച്ചെടുത്തു. കണ്ണൂരിലും ആലപ്പുഴയിലും ഉൾപ്പെടെ LDFന്റെ സിറ്റിംഗ് സീറ്റുകൾ UDF പിടിച്ചെടുത്ത വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ, പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി, ഇടുക്കിയിൽ നിന്ന് ആൽവിൻ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ലെവിൻ കെ വിജയനിലേക്ക് പോവുകയാണ്. ലെവിൻ, നാട്ടികയിൽ കുറച്ച് കടുപ്പമായിരുന്നു മത്സരം, പക്ഷേ ഒടുവിൽ ഫലം വരുമ്പോൾ LDFന് നിരാശയാണല്ലേ? തീർച്ചയായും ചെയ്തു. LDFന്റെ കയ്യിലിരുന്ന പഞ്ചായത്ത് കൈവിട്ടു പോകുന്നതാണ് നാട്ടികയിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമുക്ക് കൃത്യമായ വിവരങ്ങൾ പ്രകാരം ലഭിക്കുന്നത്. UDF സ്ഥാനാർത്ഥി അവിടെ 115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും പഞ്ചായത്ത് ഭരണം നേടിയെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത. UDF സ്ഥാനാർത്ഥി LDFന്റെ സിറ്റിംഗ് വാർഡ് പിടിച്ചെടുക്കുകയും LDFന് വലിയ മേൽക്കോയ്മ ഉണ്ടായിരുന്ന ഒരു വാർഡിൽ കൂടിയാണ് ഇത്തരം ഒരു വിജയം എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. UDF സ്ഥാനാർത്ഥിയായ P വിനു 115 വോട്ടുകൾക്കാണ് ജയിച്ചത്. 1107 വോട്ടുകൾ പോൾ ചെയ്ത വാർഡിൽ അതിൽ 525 വോട്ടുകളും ബിനുവിന് നേടാനായി. 172 വോട്ടുകൾ BJPയും 410 വോട്ടുകളാണ് LDFും നേടിയത്. 260 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ വിജയിച്ചതാണ് LDF ഈ സീറ്റ്. അത്തരമൊരു സീറ്റിൽ വാർഡ് മെമ്പറായിരുന്ന KB ഷൺമുഖന്റെ നിര്യാതനത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയെടുക്കാനായത് UDFന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, നാട്ടിക പഞ്ചായത്തിന്റെ ഭരണം കൂടി നേടിയെടുക്കാൻ കഴിഞ്ഞു. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. തൃശൂർ ജില്ലയിലെ തന്നെ കുന്നംകുളത്തെ നിയമസഭാ മണ്ഡലത്തിലെ 3-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നതിൽ കോൺഗ്രസിനാണ് വിജയിക്കാൻ സാധിച്ചത്. 404 വോട്ട് നേടി 25 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സെബി മുണ്ടമ്പാലമാണ് ജയിച്ചത്. LDF സ്ഥാനാർത്ഥിക്ക് 379 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. BJP സ്ഥാനാർത്ഥിക്ക് 69 വോട്ടുകളിൽ ലഭിച്ചു. ആകെ 1029 വോട്ടുകൾ പോൾ ചെയ്ത വാർഡിൽ നിന്നും ബഹുഭൂരിപക്ഷം വോട്ടുകൾ വാങ്ങി ചൊവ്വന്നൂരിലും കോൺഗ്രസിന് വിജയം നേടാനായി. മറ്റൊരു സീറ്റ് ജയിച്ചത്, ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഒരു സീറ്റിൽ ജയിച്ചത് BJPയാണ്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ BJPക്കായി എന്നുള്ളതാണ്. 41-ാം ഡിവിഷനിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 69 വോട്ടുകൾക്ക് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗീത റാണിയാണ് വിജയിച്ചത്. 603 വോട്ടുകളാണ് ഗീതാ റാണി നേടിയത്. 269 വോട്ടുകൾ UDF സ്ഥാനാർത്ഥി നേടി. LDFന്റെ സ്ഥാനാർത്ഥി GS സുരേഷ് 131 വോട്ടുകളുമാണ് നേടിയിട്ടുള്ളത്. അങ്ങനെ തൃശൂർ ജില്ലയിലെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുമ്പോൾ 2 സീറ്റുകളിൽ UDFും 1 സീറ്റിൽ BJPയും വിജയിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ നാട്ടിക പഞ്ചായത്തിന്റെ ഭരണം ഉപതെരഞ്ഞെടുപ്പിലൂടെ UDFിലേക്കും എത്തുന്നു എന്നുള്ളതാണ് തൃശൂരിൽ നിന്നുള്ള വാർത്തകൾ. ശരി, തൃശ്ശൂരിലെ കാര്യങ്ങൾ അറിഞ്ഞു. ഇനി പാലക്കാട്ടേക്ക് പോകാം. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എങ്ങനെയായിരുന്നു? തച്ചമ്പാറയിൽ LDFന് പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടുമോ? ലക്ഷ്മി, പാലക്കാട് ജില്ലയിൽ തച്ചമ്പാറ പഞ്ചായത്തിൽ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ LDFന് ഭരണം നഷ്ടമാകും. നിലവിൽ 8 സീറ്റായിരുന്നു LDFനെങ്കിൽ അതിപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലൂടെ അത് 7ആയി മാറിയിട്ടുണ്ട്. നേരത്തെ CPIയിൽ ആയിരുന്ന ജോർജ് തച്ചമ്പാറ BJPയിൽ പോയ സാഹചര്യത്തിലാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. പിന്നീട് ഈ ജോർജ് തച്ചമ്പാറ BJPയിൽ നിന്നും രാജിവെച്ചു എന്നുള്ളതാണ് ഇതിൽ രസകരമായ മറ്റൊരു കാര്യം. എന്തായാലും LDFന് തച്ചമ്പാറയിൽ ഭരണം നഷ്ടമായിരിക്കുന്നു. മറ്റ് 2ഇടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ചാലിശ്ശേരിയിൽ UDF സീറ്റ് നിലനിർത്തി. അതോടൊപ്പം തന്നെ കൊടുവായൂരിൽ LDFും സീറ്റ് നിലനിർത്തി. തച്ചമ്പാറയിൽ മാത്രമാണ് ഭരണമാറ്റം ഉണ്ടാകുന്നത്. ശരി, പാലക്കാട്ടെ കാര്യങ്ങൾ അറിഞ്ഞു. ഇനി ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ഉണ്ട് വിവരങ്ങളുമായിട്ട്. ആൽവിൻ, കരിമണ്ണൂർ പഞ്ചായത്തിലെ പന്നിയൂർ വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പാണ്. UDFനാണ് അവിടെ മിന്നും ജയം. അവിടെ ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യത എത്രത്തോളമാണ്? സേതുലക്ഷ്മി, ഇടുക്കിയിലെ കരിമണ്ണൂർ പഞ്ചായത്തിന് പന്നൂർ വാർഡ് 9-ാം വാർഡായ പന്നൂർ വാർഡിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അത് നേരത്തെ UDFന്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ച ദേവസി എന്നയാൾ പിന്നീട് കൂറുമാറി LDFിലേക്ക് വരികയും LDFിൽ ഭരണം ലഭിക്കുകയുമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പിന്നീട് UDF ഇതിൽ നിയമ പോരാട്ടം നടത്തിയ ശേഷം ഈ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോഴൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് സാധ്യതകൾ ഉണ്ടായത്. അങ്ങനെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി AN ദിലീപ് കുമാറാണ് ഇവിടെ വിജയിച്ചത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ 177 വോട്ടുകൾക്കാണ് AN ദിലീപ് കുമാർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. ഇവിടെ നേരത്തെ ഭരണ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് UDFന്
7 LDF-ന് 7 എന്ന നിലയിലായിരുന്നു. അതിൽ LDF-ന് 6 അംഗങ്ങളും ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് ടോസിംഗിലൂടെയായിരുന്നു ഭരണം നേരത്തെ നിലനിർത്തിയിരുന്നത്. അതിപ്പോൾ മാറ്റം വരാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം ഇപ്പോൾ UDF-നും 7 സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ 7 അംഗങ്ങൾ കൂടി വന്നപ്പോൾ സ്വാഭാവികമായും ഇവരൊരു അവിശ്വാസ പ്രമേയത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അടുത്ത ദിവസം തന്നെ അതിനുവേണ്ട നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് UDF-ന്റെ ജില്ലാ കൺവീനർ അടക്കമുള്ള അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അവിശ്വാസത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചിരുന്ന അംഗം UDF-നോടൊപ്പം ചേരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ UDF-ന് ഭരണം അവിടെ അട്ടിമറിക്കാൻ കഴിയും എന്നുള്ളതും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഈ കരിമണ്ണൂരിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മറ്റൊരു ഫലം കൂടി പുറത്തു വരികയാണ്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ കഞ്ഞിക്കുഴി വാർഡിലെ UDF-ന്റെ സ്ഥാനാർത്ഥി സാന്ദ്രാമോൾ ജിന്നി 745 വോട്ടുകൾക്ക് വിജയിച്ചിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയൊരു വാർത്ത കൂടി നമുക്ക് നൽകാൻ കഴിഞ്ഞ ഘട്ടത്തിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ കഞ്ഞിക്കുഴി വാർഡിൽ UDF സ്ഥാനാർത്ഥി സാന്ദ്രാമോൾ ജിന്നി 745 വോട്ടുകൾക്കാണ് വിജയിച്ചിട്ടുള്ളത്. ഇത് UDF-ന് മേൽക്കെയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത്. നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെയും കൂറുമാറ്റത്തെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരമൊരു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഈ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലാണ് കഞ്ഞിക്കുഴി ഡിവിഷനിലാണ് ഇപ്പോൾ സാന്ദ്രാമോൾ എന്നയാൾ വിജയിച്ചിട്ടുള്ളത്. UDF-ന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായാണ് ഉള്ളത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി ഡിവിഷൻ UDF-ന് മേൽക്കെയുള്ള ഒരു സ്ഥലം കൂടിയാണ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ അവിടെയും UDF-ന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഇടുക്കിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പറയാൻ കഴിയുക. കരിമണ്ണൂരിൽ അട്ടിമറിക്കുകയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ കഞ്ഞിക്കുഴി ഡിവിഷനിൽ നിലനിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ പഞ്ചായത്ത് അംഗം അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി തന്നെ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ 2 സീറ്റുകൾ ഇപ്പോൾ UDF-ന് ലഭിച്ചിരിക്കുന്നു. 2ഉം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. ശരി ആൽവിൻ. ഇനി മഞ്ചേരിയിലേക്ക് പോയാൽ ശാന്തകുമാർ ഉണ്ട്. നമുക്കിപ്പം ശാന്തകുമാർ, മഞ്ചേരിയിൽ ഡിവിഷൻ 49-ാം വാർഡ് കരുവാപ്പുറം ആയിരുന്നു. അവിടെ LDF-ൽ നിന്ന് UDF പിടിച്ചെടുത്തല്ലേ? തീർച്ചയായും മലപ്പുറം ജില്ലയിൽ 4 ഉപതെരഞ്ഞെടുപ്പുകളാണ്, 4 വാർഡുകൾ ഉപതെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അതിൽ മഞ്ചേരിയിലെ വാർഡിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് വന്നത്. അവിടെ LDF-ന്റെ സീറ്റായിരുന്നു. ആ വാർഡാണ് ഇപ്പോൾ UDF-ന്റെ കോൺഗ്രസിലെ ഫൈസൽ മോൻ പിടിച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആലങ്ങോട് പഞ്ചായത്ത് UDF-ന്റെ വാർഡായിരുന്നു, അത് LDF പിടിച്ചെടുത്തു. 2 ഇടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്ന ഇരു മുന്നണികളും വാർഡുകൾ പിടിച്ചെടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, ജില്ലാ പഞ്ചായത്തിന്റെ തൃക്കലങ്ങോട് ഡിവിഷന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. നിലവിൽ UDF-ന്റെ വാർഡാണ് 31-ാം വാർഡ്. അതിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. അവിടെ ലീഗ് തന്നെയാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ചെയ്തു. ശരി ശാന്തകുമാർ. ഇനി നമുക്ക് നേരെ കൊല്ലത്തേക്ക് പോകാം. ഷമീർ ഉണ്ട് വിവരങ്ങളുമായിട്ട്. ഷമീർ, കൊല്ലത്തി പറയുന്നത് പോലെ 6 ഇടത്തായിരുന്നു തിരഞ്ഞെടുപ്പ്. എങ്ങനെയാണ് ഒരു ഷമീർ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്ക് തിരിച്ചു വരാം.